ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമുക്ക് നിയമസഭയിലേക്കൊന്ന് പോയാൽ അവിടെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു പ്രതിപക്ഷം ഇന്ന് സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. അടിയന്തര പ്രമേയമായി അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. കേന്ദ്രത്തിൽ നിന്നടക്കം സഹായം നേടിയെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം വലിയ പരാജയമാണ് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. GST വിഹിതം ലഭ്യമാക്കുന്നതിലും നികുതി ചോർച്ച തടയുന്നതിലും സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ അത് അവതരണ അനുമതി നിഷേധിച്ചു സർക്കാർ സ്പീക്കർ എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഡാൻ കുര്യൻ, എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി നിയമസഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചത്? രഞ്ജിത്ത്, സംസ്ഥാനം വലിയ ഗുരുതരമായ ഒരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര വിഹിതം മേടിച്ച് എടുക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോജി എം ജോൺ, പ്രതിപക്ഷ MLA ആയ റോജി എം ജോൺ സ്പീക്കർക്ക് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല. സബ്മിഷനായി പ്രതിപക്ഷത്തിന് ഇക്കാര്യം അവതരിപ്പിക്കാം എന്ന ഒരു നിലപാടിലേക്ക് സ്പീക്കർ എൻ ഷംസീർ നീങ്ങുകയായിരുന്നു. പക്ഷേ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം എന്തുകൊണ്ടാണ് ഇത്തരം ഗുരുതരമായ ഒരു പ്രതിസന്ധി, സംസ്ഥാനത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രതിസന്ധി സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയാത്തത് എന്ന ചോദ്യം ഉന്നയിച്ചു. അതിന് മറുപടിയുമായി ധനമന്ത്രി തന്നെ എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം ഈ ഒരു മാസം മുഴുവൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് തന്നെയായിരിക്കും വിശദമായ ചർച്ചകൾ നടക്കുക. അതിന്മേൽ പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെ ആവശ്യം ഇനി ഇല്ല എന്ന് ധനമന്ത്രിയും അതിന് മറുപടി നൽകി. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സാഹചര്യമാണ് സഭയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. അതിനിടയിൽ മറ്റ് നടപടിക്രമങ്ങളുമായി സഭാ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ തുടരുന്നു. ഇത്തവണ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ന് പ്രതിപക്ഷം ആ തരത്തിൽ ചർച്ചയ്ക്കെടുത്ത് സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ അതിന് അവതരണ അനുമതി അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം.